ഇന്ന് ഞങ്ങളുടെ 2ാം ആനിവേഴ്സറിയാണ്. കിട്ടുന്ന അത്രയും നാള് സന്തോഷമായിട്ട് തന്നെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. റെഡിയല്ലേ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഇതെന്റെ ഹസ്ബൻഡ് മാത്യു ജോയ്സ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടുകയാണേ. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ന് ഞങ്ങൾ ഒരു 2ാം വാർഷികം സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഇല്ലേ? അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങളൊന്നും കണ്ണുമിഴിച്ച് കാണത്തില്ലേ? ഈ വൃദ്ധർക്ക് എന്തോന്നാണ് ഈ 2ാം വാർഷികമെന്ന് കാര്യമുണ്ട് കേട്ടോ. ഞങ്ങൾ അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്ന് സെന്റ് മാത്യൂസ് ഹോമിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 2 വർഷം തികയുവാണ്. ചോദിച്ചാ എത്ര പിടിയുന്ന സമയം പോയതില്ലേ? ശരിയാ, ഇന്നലെ വന്നപോലെ തോന്നുന്നു. അന്ന് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് പോരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ ഒരു മാനസിക സമ്മർദ്ദത്തിലും പ്രയാസത്തിലുമാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ് മാത്യൂസ് ഹോം തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകൃപ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. കണീശമായിട്ട് ദൈവം കാണിച്ചതെന്നാണ് നമുക്ക് ഈ വഴി. അന്ന് സത്യം പറഞ്ഞാൽ ദൈവം കാണിച്ചതെന്ന വഴിയാണ്. പാതി ഓർമ്മയോ എനിക്ക് ഉണ്ടായിരുന്നു എനിക്കിനി അറിയത്തില്ല. കാരണം ബ്രെയിൻ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ എടുത്ത തീരുമാനം ദൈവം കാണിച്ചതെന്ന വഴിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും റിലാക്സേഷൻ എന്താണെന്ന് മനസ്സിലായത്. ഒന്നിനെ പറ്റി പറയില്ല, ഒന്നിനെ പറ്റിയും ആവലതയില്ല. ശരിക്കും റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക ഞങ്ങളിവിടെ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ ഇപ്പോൾ അവസരമുണ്ട്. പോകാൻ സ്ഥലങ്ങളിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല പോയിടത്ത് പോലും രണ്ടാമത് ഞങ്ങൾ പോകുന്നുണ്ട്. കാരണം അതും ഒരു രസമാണ്. പോയിടത്തൊക്കെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ചെല്ലുന്ന ഒരു രസമാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ നടക്കേണ്ട സ്ഥലത്ത് ഞാൻ പോകത്തില്ല. എന്നാലും അവിടെയൊക്കെ ആലിസിന് പോകും. പോയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അത് കാണുന്നതിന് എനിക്കൊരു രസമാണ്. ആലിസിന് പോകാൻ സാധിക്കുമ്പോൾ കഴിയുന്ന യാത്ര ചെയ്യട്ടെ. ശരിയാ, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടത്തിൽ ചോദിച്ചാലും കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് അധികം നടക്കാൻ മേലാത്തത് കൊണ്ട് ചിലപ്പം വരത്തില്ല. പക്ഷെ ആകാവുന്നിടത്തൊക്കെ പോകും. എനിക്ക് ഇപ്പം ആകാമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പോകും. ഇനി മേലാതെ വരുമ്പോൾ ഞാൻ കുത്തിയിരിക്കുന്നേ, അത്രേ ഉള്ളൂ. ഇക്കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വന്നിട്ട് എങ്ങനെയാ അമേരിക്കയിൽ ഇത്ര 27 വർഷം ജീവിച്ചു കഴിഞ്ഞേച്ച് നാട്ടിൽ വന്ന് അതോ ഒരു റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ചോദിച്ചാൽ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമാണോ? ഇതാ ഏറ്റവും ഇഷ്ടമായ സംഗതി. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ താമസിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒന്നാമതായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏതൊരു കാര്യത്തിനും ഗുണവും ദോഷവും ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അമ്മയെ തല്ലിയാലും 2 വശമുണ്ടെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഏത് കാര്യത്തിനും ഗുണവും ദോഷവും ഉണ്ട്. അങ്ങനെ ഏത് കാര്യത്തിനും ഗുണത്തിനാണോ ദോഷത്തിനാണോ മുൻതൂക്കം എന്ന് നോക്കിയിട്ട് ആ മുൻതൂക്കത്തിന് ഞങ്ങൾ വാല്യൂ കൊടുക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതിനാണ് മുൻതൂക്കം? ഇവിടെ ഗുണത്തിന് തന്നെയാണ് മുൻതൂക്കം. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ഇഷ്ടപ്പെടാനായിട്ട് സാധിച്ചത്. രണ്ടാമതായിട്ട് ഞങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ വന്നിട്ട് അമേരിക്കയിലെ സുഖവും സൗകര്യവും വേണമെന്ന് ഞങ്ങൾ ശാഠ്യം പിടിക്കാറില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളിയായിട്ട് കേരളത്തിൽ ഒരു സാധാരണ ഒരു കേരളീയനായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ജീവിതവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കൂടാതെ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുകയാണ്. ഞങ്ങൾ ആരുടെ കാര്യത്തിലും ഇടപെടാൻ പോകാറില്ല. ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നു. ആരും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോകാറുമില്ല. ചോദിച്ചാൽ എന്നാ പറയാനുണ്ട്? കണിശമായിട്ട് ഈ പറഞ്ഞത് അത്ര വാസ്തവമാണ്. നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ അമേരിക്കയെ പോലെ ജീവിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. ഇവിടെ അമേരിക്കയിലെ സുഖസൗകര്യങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. കേരളത്തിലെ സുഖസൗകര്യങ്ങൾ ഞങ്ങൾക്ക് മതി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷം. പ്രത്യേകിച്ച് ഇവിടെ അവരവർക്ക് ആവശ്യമായ ഹോബി എന്റർടൈൻമെന്റ്സ് എല്ലാം ഉണ്ട്. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് മാത്രം. കാര്യം നിർബന്ധിക്കുകയില്ല. ഇവിടെ യോഗ ഉണ്ട്, ചീട്ടുകളിയുണ്ട്. ഞാൻ യോഗയ്ക്ക് പോകും, വൈകുന്നേരം ചീട്ടുകളിക്ക് പോകും. വളരെ നല്ല കൂട്ടായ്മ, വളരെ സന്തോഷം. ഇതിന് പുറമെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നോ ഇവിടെ സൈക്ലിങ് നടത്താം, റിങ്സ് കളിക്കാം, ബാസ്കറ്റ് ബോൾ കളിക്കാം, ജോഗിങ് നടത്താം, സൈക്ലിങ് നടത്താം. ഇതൊന്നും അല്ലെങ്കിൽ പുറകിലെ നല്ല പാർക്കുണ്ട്, അവിടെ പോയി കാറ്റ് കൊണ്ട് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കാം. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഇവിടെ ഹോം തിയേറ്റർ ഉണ്ട്, വേണം സിനിമ കാണാം. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ആരും ഒന്നിനും നിർബന്ധിക്കില്ല. നമുക്ക് ആവശ്യമായ സന്തോഷം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, എന്റർടൈൻമെന്റ്സും ഉണ്ട്. വളരെ വാസമാണ് കേട്ടോ.
ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്, നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്ന്, അല്ലേ? നമ്മൾ തന്നെ ഓർത്താൽ മാത്രമേ നമ്മൾക്ക് സന്തോഷം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. നമുക്ക് വേറൊരാളുടെ കാര്യമൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ എനിക്ക് ചീട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പക്ഷേ എനിക്കിപ്പം വീഡിയോസ് എല്ലാം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മുങ്ങി നടക്കുകയാണ്. എപ്പോഴേലും സമയം കിട്ടുമ്പം പിന്നെ പോകണം. ഞാനാണ് ഇവിടെ വന്നിട്ട് എത്ര ചീട്ട് കളിക്കുന്നത് തന്നെ. ചീട്ടുകളിൽ ഞാൻ പുതിയ ആളാണ്, പക്ഷേ എങ്കിലും എനിക്ക് വളരെ എന്റർടൈൻമെന്റ് ആണ്. കാരണം എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ കളിക്കുന്നത്, അവരുടെ കൂടുതൽ കളിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്, നല്ല സന്തോഷമുണ്ട്. ആരോടും യാതൊരു വിരോധവും ഇല്ല, നല്ല കൂട്ടായ്മ. അയ്യോ, പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് പ്രവാസികളാണ്. അമേരിക്കയിൽ തന്നെ 27 വർഷം ഉണ്ടായിരുന്നു. ഞാൻ അതിന് മുമ്പേ സൗദിയിലും മസ്കറ്റിലും ഒക്കെ പോയി, അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവാസിയാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര വീക്ക്നെസ് ആണ് നമ്മുടെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള കപ്പ, ചക്ക, ചേന, ചേമ്പ്, കാച്ചില ഇവയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഞാൻ വയറ് കീറ കഴിക്കും എന്നുള്ളതാണ് കേട്ടോ. 4 മണി പലഹാരം ഭയങ്കര നല്ലതാണ്. പക്ഷേ ഞങ്ങൾ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി അത് കഴിക്കാനായിട്ട് പോകത്തില്ല. കാരണം തടി വെക്കും. അതുകൊണ്ട് തന്നെ, കാരണം കണ്ടുപോയാൽ കഴിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഈ കപ്പ, ചക്ക, ചേമ്പ്, ചേന ഒക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇവിടുത്തെ ലിസി ഞങ്ങളെ പ്രത്യേകിച്ച് വിളിച്ചു തരും. കാരണം ഞങ്ങൾക്കത് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട്. പക്ഷെ അത് ശരിക്കും മൂക്കറ്റം കഴിക്കുകയും ചെയ്യും കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അതെ, അങ്ങനെ പോലും കഴിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ചെറിയ 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 കാര്യങ്ങൾ മതി. ഇപ്പോൾ ഒരു ചെറിയ കപ്പ കിട്ടി, ചക്ക കിട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെ ഒരു ഇലയുടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ നമുക്കിപ്പോൾ ചന്ദ്രനിൽ പോയാലേ സന്തോഷം ഉണ്ടാകും എന്നുള്ളത് യാതൊരു കാര്യവും ഇല്ല. ചെറിയ 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 കാര്യങ്ങൾ മതി നമുക്ക് സന്തോഷിക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് കഴിയുന്നത്. അല്ല ചോദിച്ചാൽ ഞാൻ ഓർക്കുവാണേ, നമ്മുടെ വീട് വിറ്റത് എന്ത് നന്നായി പോയി ശരിക്കും കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് ഏകദേശം 1 വർഷം മുമ്പേ ഞങ്ങൾ ആ വീട് വിറ്റുപോയി. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ആ വീടും വെച്ച് ഹെൽഡപ്പായി പോയിന്. പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ദൈവം നമ്മൾക്ക് ഓരോന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകും. അതെല്ലാം ഒരു ദൈവം നിമിത്തമായിരുന്നെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. സേഫ്റ്റിയും സെക്യൂരിറ്റിയും കാണത്തില്ലായിരുന്നു. പിന്നെ വീട്ടിലെ പണികളോ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്തുമാത്രം ചെയ്യണമെന്ന് പ്രായമായവർ കേട്ടോ, യങ് ഏജിലൊക്കെ ഇതൊക്കെ ഒന്നും പറഞ്ഞാൽ ഒന്നും എൻ്റെ തലയിലോട്ടും കയറുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് എനിവേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഞങ്ങളിത് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരോടും വീടും വിറ്റ് റിട്ടയർമെന്റ് ഹോമിൽ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ, ഒരിക്കലുമില്ല. എല്ലാവരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ പെരുമാറണം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും, നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യണം. നമ്മൾക്കെല്ലാവർക്കും പ്രായമായി ഒന്നും പരസഹായമില്ലാതെ ജീവിക്കാൻ വയ്യെന്നുള്ള ഒരു സിറ്റുവേഷൻ കണിശം വരും കേട്ടോ. ദീർഘായുസോടെ ഇരുന്നെന്നാ. അപ്പം അതിന് മുമ്പേ തട്ടിപ്പോയെന്ന് പറയുന്ന ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി കേട്ടോ. സാധാരണ ആൾക്കാരൊക്കെ റിട്ടയർമെന്റ് ഹോമിൽ സന്തോഷം ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. അവരെയൊക്കെ അവരുടെ മക്കൾ, കാരണം അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് കൊണ്ടേയാക്കിയതാണ്. അപ്പോൾ ഈ പേരൻസ് എല്ലാം ഓർക്കും, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ്, അവരെന്നെ ഇങ്ങനെ കൊണ്ടുപോയി തള്ളിയില്ല എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാവോ, ഇങ്ങോട്ട് പോരാനായിട്ട് തീരുമാനിച്ച ഞങ്ങൾ 2 പേരുമാണ്. അന്ന് എൻ്റെ മോന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുന്നെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഇന്ന് ഞങ്ങളുടെ മോന് യാതൊരു പ്രയാസവും. ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അറിയാം. അതുകൊണ്ട് അവന് യാതൊരു പ്രയാസമില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. അവിടെ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് 2 കൂട്ടർക്കും വളരെ സന്തോഷമാണ്. അപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ നമ്മളെ നോക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി പറക്കമുറ്റിയ ഈ പക്ഷികളൊക്കെ ഉണ്ടല്ലോ, പറക്കമുറ്റിയ കുഞ്ഞുങ്ങളെ പറന്നു വിടാനായിട്ട് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയായി അവർക്കൊരു ഫാമിലി ആയെങ്കിൽ അവർക്ക് ഈ ലോകത്തിലെ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കട്ടെ എന്നും ഓർത്ത് അവരെ സ്വതന്ത്രമായി പറന്നു വിടാനായിട്ട് അനുവദിക്കണം.
നമ്മൾക്ക് എന്ത് സാധിക്കും എന്ന് പറഞ്ഞെന്നാൽ അതിന് പ്രകാരം ജീവിക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുക എന്നത് മാത്രമാണ്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നോ അത് എൻജോയ് ചെയ്യുക ആവോളം. അതുപോലെ തന്നെ ഈ മക്കളും ഒന്ന് ഓർക്കണം, പ്രായമായ മാതാപിതാക്കൾക്ക് താങ്ങായി ഇരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് 100% യൂട്ടിലൈസ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ, അവരും ഈ വാർദ്ധക്യമെന്ന് പറയുന്ന ആ ഗോൾഡൻ ഇയേഴ്സിലേക്ക് പയ്യെ 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 ദിവസവും നടന്നു കയറുകയാണെന്ന്. ഇത് ശരിക്കും ഒരു നഗ്ന സത്യം മാത്രമാണ്. ഏതാണെങ്കിലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തന്നെ സാധിച്ചു. നിങ്ങൾ പറയുമ്പോൾ അടിച്ചു പൊളിച്ചെന്ന് പറയുമ്പോൾ ഈ നടക്കാൻ വരാത്ത ആളുമായിട്ട് എന്നാ അടിച്ചു പൊളിയാന്ന് ഓർക്കും. ഞങ്ങൾക്ക് അതൊക്കെ മതിയെന്നേ. എനിക്ക് ഹസ്ബൻഡിനും കൂടെ പോകാൻ പറ്റുന്ന ഇടത്തൊക്കെ ഞങ്ങൾ പോവും. പോകാൻ പറ്റിയില്ലയോ പുള്ളി എന്നെ പറഞ്ഞു വിടും, ഞാൻ പോകും, വീഡിയോ എടുത്തുകൊണ്ട് വരും, പുള്ളിയെ കാണിക്കും. പക്ഷേ ഞങ്ങൾക്ക് ദൈവം തരുന്ന ഓരോ നിമിഷവും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ലേ ഇല്ലേ ചേച്ചാ? അതെ, ഈ 2 വർഷം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ 2 വർഷം